കളങ്കാവൽ സമസ്ത മേഖലയിലും ഹെവി പോസിറ്റീവ് അടിച്ചിരിക്കുന്ന ഒരു ചിത്രം. പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ പ്രകടനം. ഇന്ത്യൻ സിനിമയിലെ ഏതൊരു നടനെ എടുത്തു വച്ച് നോക്കിയാലും ഏറ്റവും മികച്ച പ്രകടനമെന്ന് ആളുകൾ ഏവരും പറയുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രം മമ്മൂട്ടി ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സമകാലീനരും ഒപ്പം നിൽക്കുന്ന ഇന്ത്യക്കകത്തുള്ള എല്ലാ സൂപ്പർ താരങ്ങളെ വെച്ച് നോക്കിയാലും ഇതേപോലെ ഒരു ക്യാരക്ടർ ചെയ്യാൻ വേറെ ആർക്കും ധൈര്യമുണ്ടാവില്ല. ആരും ചെയ്താൽ ഇത്രത്തോളം പെർഫെക്റ്റുമാകില്ല എന്നുള്ളത് എല്ലാവരും വിധി എഴുതിയ ചിത്രം തന്നെ. കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലോ തെലുങ്കിലോ എവിടെ ചെന്ന് ഒരു വ്യൂ അല്ലെങ്കിൽ റിവ്യൂ നമ്മൾ കാണുകയാണെങ്കിൽ അവിടെയൊക്കെയുള്ള സാധാരണ പ്രേക്ഷകർ പറയുന്നു ഇത് മമ്മൂട്ടിയുടെ അതിമാനുഷികമായിട്ടുള്ള ഒരു പെർഫോമൻസ് എന്നുള്ളത് തന്നെ. ഒപ്പം സിനിമ മികച്ചു നിൽക്കുന്നു എന്നുള്ളത്. അതിനിടയിൽ കേരളത്തിൽ കുറേ ഡീഗ്രേഡോളി കുഞ്ഞുങ്ങൾ വന്നിട്ട് കരഞ്ഞു മെഴുകാൻ തുടങ്ങുന്നു. അവന്മാരുടെ കരച്ചിലിന് ശക്തി പോരാ എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നു. അത് പലപ്പോഴായി പറയുന്നുണ്ട്. ഈ സിനിമയെ കുറ്റം പറഞ്ഞും കാര്യങ്ങൾ ഏത് സിനിമയും ആരെയും പൂർണ്ണമായി തൃപ്തിപ്പെടുത്താറില്ല. അങ്ങനെ പറയുന്നവർക്ക് അത് പറയാം. ഇനിയും എൻ്റർടൈൻമെൻറ്റ് കിഴി എന്ന് പറഞ്ഞ ചാനൽ അവർ പറഞ്ഞു, അവരവരുടെ വ്യൂ ആണ് പറഞ്ഞത്. അതിനെ നമ്മൾ അങ്ങനെ തന്നെ കാണുന്നു. കാരണം ഓരോ വ്യക്തിക്കും അത് കാണുമ്പോൾ അതിൻ്റെ ഇതാണ്. പക്ഷേ സിനിമയെ തകർക്കുക എന്നുള്ള ഒരു രീതിയിലൂടെ കുറേ ഡീഗ്രേഡോളി കുഞ്ഞുങ്ങൾ കരഞ്ഞ് മെഴുകുകയാണ്. അത് അവരവിടെ തുടർന്നുകൊണ്ടിരിക്കട്ടെ. പക്ഷേ ഒരു കാര്യം നോക്കുക, നിങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ മനസ്സിൽ അംഗീകരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഇത് മമ്മൂട്ടി അല്ലാതെ വേറെ ഒരാളും ചെയ്യില്ല. ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ നടനും കഴിയില്ല എന്നുള്ളത് നിങ്ങൾ തന്നെ വിധി എഴുതിയിരിക്കുന്നു. ഇനിയും പറയാനുള്ള ഡീഗ്രേഡോളികളോട് മാത്രമല്ല, ഇനിയും അന്തം ഫാൻസിനോടും കൂടെ പറയാനുണ്ട്. അതാണ് പറയാനുള്ളത്. എടാ നിന്നോടൊക്കെയാണ് പറഞ്ഞ് പോസ്റ്റ് ഇട്ട് പുളകിതനാവാതെ പോയി സിനിമ കാണടാ എന്നുള്ളത്. അത് മമ്മൂട്ടി ഫാൻസിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നവും തന്നെയാണ്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ട്രോൾ ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും അവരത് മനസ്സിലാക്കുന്നില്ല. അത് പല സിനിമകൾ വരുമ്പോഴും നമുക്ക് അവരുടെ കമൻസിലൂടെയും കാണാൻ കഴിയുന്നത് അത് തന്നെയാണ്. വേറെ ഒന്നുമല്ല, ഒരുപാട് പേരുണ്ട് സിനിമ 100 കോടി അടിച്ചോ 200 അടിച്ചോ എന്നൊക്കെ ചിന്തിച്ച് തല പൊളിച്ച് അമ്മാതിരി ടെൻഷൻ അടിച്ചാണ്. പക്ഷേ ജന്മം ചെയ്താൽ തിയേറ്ററിൽ പോവില്ല. തിയേറ്ററിൽ പോവുകയോ അവിടെ സിനിമ കാണുകയില്ല. ഇനി മോഹൻലാൽ സിനിമയാണോ എങ്ങനെയുണ്ടെന്നറിയാൻ അവരൊക്കെ അങ്ങ് പോവുകയും ചെയ്യും. അല്ലാതെ സിനിമ കാണാൻ പോകാത്തവരുമല്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഇത്ര ഗംഭീരമായിട്ടുള്ള ഒരു ഹെവി പോസിറ്റീവ് വന്നിട്ട് മമ്മൂട്ടി സിനിമയ്ക്ക് 10,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ മണിക്കൂറിൽ വിറ്റ് പോകുന്നു. ഇത്ര ഹെവി പോസിറ്റീവായിട്ടുള്ള ഒരു പടം വരുമ്പോൾ അത് മോഹൻലാലിനാണെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഈ 10,000-നടുത്ത് 25,000-ഉം 50,000-ഉം ടിക്കറ്റുകൾ വിറ്റ് പോകുന്ന അവസ്ഥ വരുമെന്നുള്ളത്. അപ്പോൾ അതിൽ നിങ്ങളും പങ്കാളികൾ തന്നെയാണ് എന്നുള്ളത് നിങ്ങൾ തന്നെ അറിഞ്ഞോളൂ എന്നാണ് പറയാനുള്ളത്. ഇവിടെ പറയാനുള്ള കാര്യം അതൊന്നുമല്ല. ഇത്ര നല്ല ഒരു സിനിമ വരുമ്പോൾ വേറെ ആരെയും അല്ലെങ്കിൽ നിങ്ങൾ വേറെ സിനിമ കാണുന്നതോ ഒന്നുമല്ല പ്രശ്നം. ഈ സിനിമ പോയി കാണൂ എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ മമ്മൂട്ടിയുടെ 400-420 സിനിമകൾ ഇറങ്ങിയിട്ട് ഒരു ഏറ്റവും മികച്ച ഒരു സിനിമ കണ്ടില്ല എന്നുള്ളതാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനിയും പറയാം അടുത്ത വരുന്നത് ഇതിലും മികച്ചതായിരിക്കും. അത് റിയലാണ്, നമുക്ക് ഉറപ്പിക്കാവുന്ന കാര്യമാണ്. ഇതിനു മുമ്പുള്ള ഏറ്റവും മികച്ച പ്രകടനം മമ്മൂട്ടിയുടെ കരിയർ ബെസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്തത് വന്നപ്പോൾ അതും കരിയർ ബെസ്റ്റ് ആക്കുന്നു മമ്മൂട്ടി. അത് മമ്മൂട്ടിയുടെ പാർട്ട് എല്ലാം കൊണ്ടും അദ്ദേഹം ചെയ്തു തന്നിട്ടുണ്ട്. പക്ഷേ ഫാൻസ് ഒരുപാട് പേർ, എല്ലാവരെയും ഒന്നും ഞാൻ പറയുന്നില്ല, ഒരുപാട് പേര് പോയിട്ടുണ്ട് എന്നുള്ളതൊക്കെ അറിയാം. പക്ഷേ ഇതിൽ പോകാൻ ഒരുപാട് പേരുണ്ട്. മമ്മൂട്ടി ഫാൻസ് ഇത്രയേ ഉള്ളൂ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ വാപൊളിക്കാൻ നിൽക്കരുത്. വേറെ ഏതെങ്കിലും സിനിമയൊക്കെ വരുമ്പോൾ മിണ്ടാണ്ടിരുന്ന് കണ്ടിട്ട് പോവുക. സോഷ്യൽ മീഡിയയിൽ പുളകിതനാകാതിരിക്കുക, പ്രകോപിതനാകാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരിക്കൽ കൂടെ പറയുകയാണ്, വാത്സല്യത്തോടെ സ്നേഹത്തോടെ ശാസനയോടെ പറയുകയാണ്, ഡാ നിന്നോടൊക്കെയാണ് പറഞ്ഞ് പോസ്റ്റ് ഇട്ട് പുളകിതനാകാതെ പോയി സിനിമ കാണടാ എന്നുള്ളത്. അത് തന്നെയാണ്. എന്നിട്ട് മമ്മൂട്ടി പവർ കാണിക്കുക. പലരും പറഞ്ഞിരുന്നു മമ്മൂട്ടിയുടെ കാലം കഴിഞ്ഞു, അദ്ദേഹത്തിന് ബോക്സ് ഓഫീസ് പവറില്ല. ഇങ്ങനെ ഒരു സിനിമ വെച്ചിട്ട് ഇത്രത്തോളം ബോക്സ് ഓഫീസ് പവർ കൊണ്ടുവരണമെങ്കിൽ വേറെ ഒരു നടനെ കൊണ്ടും നടക്കില്ല എന്നറിയാം. ഇത് മമ്മൂട്ടിയാണ്. മമ്മൂട്ടി എന്ന് പറഞ്ഞ ഒരു നടൻ ഇങ്ങനെയുള്ള ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അതിനകത്തിൽ മമ്മൂട്ടിയെ കാണാൻ കഴിയില്ല. അതേത് കുഞ്ഞിനും അറിയാവുന്ന കാര്യമാണ്. അപ്പുറത്തിരുന്ന് ചോറിൽ മണ്ണുവാരി ഇടുന്നവനും അറിയാം അതിനപ്പുറത്തേക്ക് മമ്മൂട്ടി അല്ലാതെ ആരും ഇല്ല എന്നുള്ളത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, ഗംഭീര സിനിമ എന്ന് എല്ലാവരും വിധി എഴുതി നിങ്ങൾ തിയേറ്ററിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫീലും കിട്ടുകയും ചെയ്യും. ഇതേപോലെ ഒരു മാസ്മരിക പ്രകടനം നിങ്ങൾ നിങ്ങളുടെ ഇതുവരെയുള്ള കാലത്തിൽ മലയാള സിനിമയിൽ കണ്ടിട്ടുണ്ടാവില്ല മുൻനിര നായകന്മാരിൽ നിന്ന്. അപ്പോൾ രണ്ടുപേരോടും പറയുകയാണ്, ഡിഗ്രേഡോളികളെ നിങ്ങൾ കരിഞ്ഞു മെഴുകുക. കരച്ചിൽ കൊണ്ട് കാര്യമൊന്നുമില്ല. കണ്ട് ആസ്വദിച്ച് പോവുക. വേണമെങ്കിൽ കുറേ നുണകൾ എഴുതി പരത്തുകയോ പറഞ്ഞു വരുത്തുകയോ ചെയ്യാം. പക്ഷേ ഫാൻസ് കുഞ്ഞുങ്ങളെ നിങ്ങളോട് പറയാനുള്ളത്, തിയേറ്ററിൽ ഒന്ന് പോയി കാണ്. അല്ലാണ്ട് 100 അടിക്കുമോ 200 അടിക്കുമോ എന്ന് ചോദിക്കാതെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തും വിട്ടേരും.